ഹബീബായ നബി തങ്ങൾക്ക് ഒരു പ്രയാസം വരുമ്പോൾ നിസ്കരിക്കാൻ ഒരുങ്ങുകയാണ് ഹബീബ് ചെയ്യുക. കുസൂഫിന്റെയും ഖുസൂഫിന്റെയും സൂര്യഗ്രഹണം നടക്കുമ്പോ, ചന്ദ്രഗ്രഹണം നടക്കുമ്പോ നിസ്കാരമുണ്ട്. സ്വലാത്തുൽ കുസൂഫ്, സ്വലാത്തുൽ ഖുസൂഫ്. മഴ കിട്ടാതെ വന്നാൽ സ്വലാത്തുൽ ഇസ്തിസ്ഖാ. യുദ്ധം നടക്കുമ്പോ 10ഓളം യുദ്ധങ്ങളിൽ ഹബീബായ നബി തങ്ങളും സ്വഹാബിമാരും എനർജൈസ് ചെയ്യുന്ന എനർജൈസറാണ് നിസ്കാരം. അതാണ് നമ്മുടെ ഊർജം. ശത്രുക്കൾ മുമ്പിൽ വാളുമായി, അമ്പുമായി, കുന്തവുമായി മുഖാമുഖം നിൽക്കുമ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമായി, ബാക്കിൽ സ്വഹാബിമാർ 2 സഫായിട്ട് നിസ്കരിക്കും. ആദ്യത്തെ സഫ് സുജൂദിലേക്ക് പോകുമ്പോ ബാക്കിലെ സഫ് സുജൂദിൽ പോകാതെ നിൽക്കും, അവിടെ കാവൽക്കാരെ പോലെ. പക്ഷെ അവര് നിസ്കാരത്തിലാണ്, അവരാർക്കും കൈ ഉയർത്താൻ കഴിയില്ല. ഹബീബിന്റെ കൂടെ അവര് നിസ്കരിക്കുന്നു. എപ്പോ ശത്രുക്കൾ മുമ്പിൽ വെടിവെക്കാൻ നിൽക്കുകയാണ്, അവര് അമ്പെയ്യാൻ നിൽക്കുന്നു, വാളുകൊണ്ട് യുദ്ധം തുടങ്ങാനിരിക്കുന്നു. 10 യുദ്ധങ്ങളിൽ ഹബീബായ നബി തങ്ങൾ സ്വലാത്തുൽ ഖൗഫ് നിർവഹിച്ചിട്ടുണ്ടെന്നാണ് ചരിത്രം. 10 യുദ്ധങ്ങളിൽ ഹബീബായ നബി തങ്ങൾ ആ നിർവഹിച്ച നിസ്കാരത്തിന്റെ ആ ഒരു ഗൗരവം ആലോചിച്ചു നോക്കൂ. നമുക്ക് സുബ്ഹി കിട്ടുന്നില്ല, ജുമുഅക്ക് അവസാനം ഇമാമിന്റെ 2ാമത്തെ റുക്ഉ കിട്ടിയാൽ ഫഖദ് അദ്റകൽ ജുമുഅ എന്ന് വിചാരിച്ച് ഓടുകയാണ്. മുസല്ല പിടിച്ചിട്ട് എവിടെയെങ്കിലും പള്ളിയുടെ മൂലയിലോ മുറ്റത്തോ ഇരുന്ന് എഴുന്നേറ്റ് പോരുന്നു. ഒരാഴ്ചത്തേക്ക് അല്ലാഹു നമ്മളെ വിളിച്ച ഒരു ജുമുഅക്ക് നമുക്ക് നേരമില്ല. 5 നേരത്തെ നിസ്കാരങ്ങൾ നമുക്ക് ഭാരമാകുന്നു. കയറിറങ്ങുമ്പോഴേക്കും എന്തോ ഒരു തടസ്സം പോലെ. എവിടെയാണ് ഇതിന്റെ ആനന്ദം? നമുക്ക് നഷ്ടപ്പെടുന്നു. പ്രാർത്ഥനയുടെ മധുരം ഇതൊരു മധുരമാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പുതിയാപ്പിള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് ദീർഘമായ നിസ്കാരം നടത്തുമ്പോൾ ആളുകൾ അത്ഭുതപ്പെടുമായിരുന്നു. ഉസ്മാനേ, യാ മൻ തസ്തഹീ മിൻഹു മലായികത്തുർ റഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹുവിന്റെ മാലാഖമാര് പോലും നാണിച്ചു പോകുന്ന ഹയാ ഉള്ള ഉസ്മാനെ, എങ്ങനെ നിങ്ങൾക്കത് സാധ്യമാകുന്നു എന്ന് ചോദിച്ചപ്പോ വല്ലാഹി ലൗ തഹുറത് ഖുലൂബുനാ മാ ശബിഅനാ മിൻ കലാമില്ലാഹ്. ഇത് വല്ലാതെ ചിന്തിപ്പിക്കേണ്ട ഒരു മറുപടിയാണ്. നമുക്കൊരു ഖുർആൻ ഓതണമെങ്കിൽ റമദാനാകണം, ഒരു ഖതം തീർക്കണമെങ്കിൽ, ഖുർആൻ കാണണമെങ്കിൽ, ഖുർആൻ ഓതണമെങ്കിൽ, ഒരു യാസീനോ തബാറക്കയോ അൽ കഹ്ഫ് ഓതിക്കഴിഞ്ഞാൽ ആയോ? അള്ളാഹുവിന്റെ വചനങ്ങൾ തീർന്നോ? 6236 വിശുദ്ധ വചനങ്ങൾ അള്ളാഹുവിന്റെ കലാമിൽ നമ്മൾ എത്ര ഓതുന്നുണ്ട്? റമദാൻ അല്ലാത്ത സമയങ്ങളിൽ, റമദാനിൽ പോലും അതിന് സാധ്യമല്ലെങ്കിൽ യാ വൈലതാ, ഇതിലും വലിയ നഷ്ടമുണ്ടോ? അള്ളാഹു നമുക്ക് അവന്റെ വചനങ്ങളുടെ മധുരമറിയാൻ തൗഫീക്ക് നൽകട്ടെ. ഉസ്മാൻ തങ്ങളുടെ മറുപടി, ലൗ തഹുറത് ഖുലൂബുനാ, നമ്മുടെ ഹൃദയം ശുദ്ധമായിരുന്നുവെങ്കിൽ, മാ ശബിഅത് മിൻ കലാമില്ലാഹ്, അള്ളാഹുവിന്റെ വചനം ഓതുവാനോ കേൾക്കുവാനോ നിസ്കാരത്തിൽ ചൊല്ലുവാനോ നമ്മുടെ ഹൃദയം ശുദ്ധമായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ വചനം നമുക്ക് മടുക്കില്ലായിരുന്നു. അപ്പൊ എന്താ മടുപ്പ് വന്നത്? ഖൽബിലൊക്കെ വേറെ പലതും കയറിക്കൂടിയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ചിന്ത പലതുമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആണ് പറയുന്നത്, ഒരു ഇമാമിന്റെ കീഴിൽ നിൽക്കുമ്പോൾ തൊട്ടരികത്തിരിക്കുന്ന ആളിന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിച്ചിരിക്കാം, ഇപ്പുറത്തുള്ളവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിച്ചില്ലെന്ന് വരും. സുബ്ഹാനല്ലാഹ്, ആ പ്രാർത്ഥനയുടെ നിസ്കാരത്തിൽ എന്ന് പറയുന്ന നമ്മുടെ നൃത്തവും, ആ ഓരോ നൃത്തത്തിലും നമ്മുടെ അനക്കത്തിലുമുള്ള നമ്മുടെ ദിക്റുകൾ, ആ പൊസിഷൻ, ഇതൊക്കെ ഭയങ്കരമാണ്. ഞാൻ അതിന്റെ സയൻസ് പറയില്ല, അത് പറഞ്ഞാൽ ചിലപ്പോൾ നിസ്കരിക്കാൻ ആവേശം കൂടിയെന്ന് വരും, പിന്നെ ഇഖ്ലാസ് നഷ്ടപ്പെടേണ്ട, ആ വഴിക്കേ പോകുന്നില്ല. അതിന്റെ സൈക്കോളജി, ഇതിൽ കിട്ടുന്ന നമ്മുടെ മനസ്സിന് കിട്ടുന്ന മാനസികമായ ഉല്ലാസം, ശാരീരികമായി കിട്ടുന്ന ഉത്തേജനം, ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമുക്ക് ആത്മീയമായത് മാത്രമേ നോക്കേണ്ടതുള്ളൂ, ബാക്കിയൊക്കെ താബിഅൻ, അതൊക്കെ അത് ശേഷം വരാണേ വന്നോട്ടെ. നമ്മുടെ ലക്ഷ്യം ആത്മീയമാണ്. അങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്, ഇരുന്ന് വെള്ളം കുടിച്ചാൽ നല്ലതാന്ന് സയൻസ് പറയും, എന്നാ പിന്നെ ഇരുന്നിട്ട് അത് സുന്നത്താണ്. അവ്വലൻ വ ആഖിറൻ, അത് സുന്നത്താണ്, അത് ചെയ്യാം. പിന്നെ ബാക്കി അതിന്റെ ഗുണം വരട്ടെ, വരാണ്ടിരിക്കട്ടെ. മുസ്ലിം മുഅ്മിൻ അങ്ങനെയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കിടാങ്ങളിൽ മഹാനായ ഹുസൈൻ എന്നവരുടെ മകനുണ്ട്, അലി തങ്ങളുടെ മകൻ ഹുസൈൻ എന്നവര്. അവരുടെ മകന്റെ പേര് അലിയാണ് റളിയല്ലാഹു അൻഹുമ അജ്മഈൻ. അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബി ത്വാലിബ്, മഹാനായ അലി ഇബ്നുൽ ഹുസൈൻ എന്നവരെ
നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീടിന് തീ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചരിത്രം നമ്മൾ പറയുമ്പോൾ അത്ഭുതപ്പെടുകയാണ്. നമ്മളൊരു കൊതുകടിച്ചറിഞ്ഞു അല്ലേ? ഒരു ഫോൺ റിങ് ചെയ്ത് വൈബ്രേഷൻ ആയാൽ പടച്ചോനെ ആരാ വിളിച്ചിട്ടുണ്ടാവുക? കസ്റ്റമർ ആവോ, ഇന്നാളാവോ, അതാവോ? വീടിന് തീ പിടിച്ചപ്പോ മഹാനായ ഹുസൈൻ ഇബ്നു അലി തങ്ങൾ നിസ്കാരത്തിൽ സുജൂദിലാണ്. ജനങ്ങളെല്ലാവരും ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി, യബ്ന റസൂലില്ലാഹ് അന്നാർ അന്നാർ, യബ്ന റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയെ, തങ്ങളെ തീ പിടിച്ചിട്ടുണ്ട്, ഓടി രക്ഷപ്പെട്ടോളൂ. ഫയർ ഇവാക്യുവേഷൻ ഏതൊരു മോഡേൺ നഗരത്തിന്റെയും പ്രത്യേകത ഫയർ സേഫ്റ്റി ബിൽഡിങ്ങുകൾക്ക് ഉണ്ടാവും അല്ലേ? നമ്മളൊക്കെ സ്കൂളുകളിൽ, ഗൾഫ് നാട് ഇവിടെ ഉണ്ടായിരിക്കാം, ഒരു മിനിമം ഒരു 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ഫയർ ഇവാക്യുവേഷൻ ട്രെയിനിങ്, ഒരു ട്രയൽ റണ്ണിങ്, വെറുതെ ഒരു ബെല്ലടിപ്പിച്ചിട്ടെങ്കിലും ഫയർ ഉണ്ടായാൽ എങ്ങനെ എസ്കേപ്പ് ചെയ്യണമെന്ന് മക്കളെ പഠിപ്പിക്കും. തീ പിടിച്ചാൽ അതിനപ്പുറം വേറെ വിഷയമില്ലല്ലോ, ഓടി രക്ഷപ്പെടണ്ടേ, അത് ഓടാനുള്ള വഴി. പിന്നെ ജീവനെ പേടിയുള്ള ആളുകൾ വലതജിദന്നഹും അഹറസൻ നാസി അലാ ഹയാ, സുബ്ഹാനല്ലാഹ്. അൽ ഹരീഖ് യബ്ന റസൂലില്ലാഹി അന്നാർ, റസൂലുള്ളാഹിന്റെ മോനെ, ഞാൻ പേരക്കുട്ടി ഹുസൈൻ ഇബ്നു അലി ഇബ്നു ഹുസൈൻ എന്നവരെ തീ പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സുജൂദിൽ നിന്ന് തല ഉയർത്താതെ സുജൂദിൽ കിടന്ന് തീ അണഞ്ഞു കഴിഞ്ഞപ്പോൾ ആളുകൾ ചോദിച്ചു, മല്ലദീ അൽഹാക അൻഹാ, എന്തേ നിങ്ങള് ഓടാതിരുന്നത്? എല്ലാരും ഓടിയല്ലോ, നിങ്ങൾ എന്തേ ഓടാതിരുന്നത്? അൽഹാനി അന്നാറുൽ ഉഖ്റാ, മറ്റേ തീയിനെ കുറിച്ച് ഞാൻ ആലോചിച്ചതാണ്, പിന്നെ എനിക്ക് ഓടാൻ തോന്നിയില്ല. സുബ്ഹാനല്ലാഹ്, അതൊരു മറുപടിയാണ്. ഞാൻ തമാശയിൽ പറയാറുണ്ട്, നിസ്കരിക്കുമ്പോൾ മൊബൈൽ ഫോണൊക്കെ അല്ല ഐഫോൺ എക്സ് ഒക്കെ മുമ്പിലിട്ടിട്ട് മുസല്ലിട്ടിട്ട് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുന്ന ആൾക്കാരെ, ആ ഫോൺ എടുത്തെടുത്ത് ഓടിയവൻ പിന്നാലെ ഓടൂലേ? ആ തക്ബീറിന് അത്രയ്ക്കല്ലേ ഉറപ്പുണ്ടാവുള്ളൂ. സുബ്ഹാനല്ലാഹ്, എന്നാ പിന്നെ ഇടേണ്ട ആവശ്യമില്ലല്ലോ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ചെരുപ്പൂരി വരുന്നത്. പെരുന്നാക്കൊക്കെ പുതിയ ചെരുപ്പിട്ട് പള്ളിക്ക് വരുമ്പോഴേ എല്ലാ തവക്കലിൻ്റെ റബ്ബേ തിരിച്ചു വരുമ്പോൾ പള്ളിയിൽ ഹുത്തുബ ഓതുന്ന ഉസ്താദിൻ്റെ ചെരുപ്പ് വരെ കട്ടുകൊണ്ടുപോകണം. അപ്പം നമ്മളെ തവക്കുലാക്കിയ ചെരുപ്പൊക്കെ അവിടെ വെച്ച് പോരുന്നുണ്ട്, അത്ര തവക്കുലാക്കി പേഴ്സ് അവിടെ വെച്ച് പോരും, നമ്മൾ പോരുന്നുണ്ടോ? അപ്പോൾ അതൊക്കെ സംഭവം വലിയ വ്യത്യാസമുണ്ട്, നമ്മൾ ചെയ്ത് കൂട്ടുന്നതും കാട്ടിക്കൂട്ടുന്നതും ഒക്കെ. അങ്ങനെ പേഴ്സ് അയച്ചു പോരെന്നല്ല ഞാൻ പറഞ്ഞതേ, അതിലൊക്കെ ഒരു ആശയം ഉൾക്കൊള്ളുന്നുണ്ട്. നമ്മളുടെയൊക്കെ മനസ്സിൻ്റെ ഉറപ്പ്. പുതിയ വണ്ടിയാണെങ്കിൽ പിന്നെ ദിക്റൊന്നുമില്ല, പൊട്ടിപ്പൊളിഞ്ഞ പഴയ 980 മോഡലാണെങ്കിൽ യാസീൻ ഓതിയിട്ടാണ് പിന്നെ പോവുക. അപ്പം നമ്മളൊരു ഭൗതികതയിലേക്ക് നമ്മുടെ മനസ്സിനൊരു ചാഞ്ചാട്ടമുണ്ട്, സ്വാഭാവികമായി ഇങ്ങനെയാണ്. അത് പാടില്ലെന്നാണ്. അസ്ബാബുകളൊക്കെ അള്ളാഹുവിൻ്റെ സംവിധാനമാണ്, പക്ഷേ പ്രാർത്ഥന അതുമായി ബന്ധിക്കേണ്ടതില്ല. സുബ്ഹാനല്ലാഹ്, ഏത് നേരവും എപ്പോഴും അൽഹാനി അന്നാറുൽ ഉഖ്റാ, മറ്റേ ആ നരകത്തിന്റെ തീയാണ് ഞാൻ ഓർത്തുപോയത്, അതുകൊണ്ട് എനിക്ക് തലയുയർത്താൻ കഴിഞ്ഞില്ലെന്ന് മഹാനായ അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. അല്ലാഹുവേ, നമുക്കൊക്കെ അങ്ങനെ ഒരു നിസ്കാരത്തിന്റെ ആനന്ദം നൽകണേ തമ്പുരാനെ. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു സയ്യിദുൽ ഉലമാഇ വഖായിദുഹും ഇലൽ ജന്നഹ്, പണ്ഡിതന്മാരെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന പണ്ഡിതന്മാരുടെ നേതാവാണെന്ന് ഹബീബ് പറഞ്ഞ സ്വഹാബിയാണ് 34 വയസ്സിൽ വഫാത്തായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. യസ്ബിഖുൽ ഉലമാ ഇലൽ ജന്നത്തി ബിറത്വത്തി ഹജരിൻ എന്ന് പരിശുദ്ധ ഹബീബ് പറഞ്ഞ സ്വഹാബി. നിസ്കാരത്തിലെ മനുഷ്യന്റെ അലംഭാവം, എന്നാൽ അതിൽ കാണിക്കേണ്ട ആ മധുരം അറിയേണ്ട വിധം നമ്മുടെ മനസ്സിനെ ക്രമീകരിക്കാൻ വേണ്ടി മഹാനായ മുആദ് എന്നവർ പറഞ്ഞൊരു ഉപദേശമുണ്ട്. അതൊരു വല്ലാത്ത ഉപദേശമാണ്. മൻ അറഫ മൻ അലാ യമീനിഹി വമൻ അലാ ശിമാലിഹി വഹുവ ഫിസ്വലാത്തി മുതഅമ്മിദൻ ഫലാ സ്വലാത ലഹ്. നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മുടെ വലതുഭാഗത്തോ ഇടതുഭാഗത്തോ നിൽക്കുന്ന ആളുകളെ മനഃപൂർവ്വം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ആരാ എൻ്റെ വലതുഭാഗത്തുള്ളത്, ആരാ എൻ്റെ ഇടതുഭാഗത്തുള്ളത്? നമ്മൾ ഒറ്റക്കായിരുന്നു, ഇപ്പുറത്തൊരാളെ വന്ന് ചേർന്നു, ആ ചേർന്ന് വന്ന ആൾ ആരാണ്? ഇത് മനഃപൂർവ്വം നമ്മൾ നമ്മുടെ സൈഡിലുള്ള ആളുകളെ കുറിച്ച് ചിന്തിച്ചു പോവുകയാണെങ്കിൽ ഫലാ സ്വലാത ലഹ്, ആ നിസ്കാരത്തിന് അള്ളാഹിന്റെ അടുത്ത് കൂലിയില്ല എന്ന് മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. അപ്പോൾ നമ്മളൊക്കെ ഒന്ന് അഴിച്ചുപണി ചെയ്യേണ്ടി വരും. സുബ്ഹാനല്ലാഹ്.
അതിലൊരു യോഗാഭ്യാസത്തിനൊക്കെ എന്താ കോൺസെൻട്രേഷൻ. ആ കാലും മടക്കിയുള്ള ഇരുത്തൊക്കെ ഇരിക്കണ കണ്ടാൽ സുബ്ഹാനല്ലാഹ്. ട്രെയിനർ പറയാം 1/2 മണിക്കൂർ ഈ നൃത്തം നിൽക്കണേ, കണ്ണു പൂട്ടിയിട്ട് അവിടെ ഇരിക്കും 1/2 മണിക്കൂർ, ഒരു ചിന്തയും വരൂല. നിസ്കാരത്തിലിരുന്ന് നോക്കി എന്തൊക്കെ കഥ വരും, എന്തൊക്കെ. അബൂ ഹനീഫ തങ്ങളുടെ കഥ പണ്ട് ചരിത്രം പറയാറുണ്ട്, നമ്മളൊരിക്കൽ അനുസ്മരിച്ചതാണ്. എന്നാലും അബൂ ഹനീഫ തങ്ങളോട് ഒരാൾ വന്ന് പരാതി പറയാണ്, ഇമാമേ ഞാൻ എൻ്റെ കാശ് ഭൂമിയിൽ എവിടെയോ കുഴിച്ചിട്ടിരുന്നു. പണ്ട് നിധികളാണല്ലോ, ആ കുഴിച്ചിട്ട സ്ഥലം മറന്നുപോയി, ഒരു പരിഹാരം. മഹാനവറുകൾ പറഞ്ഞു, ഇതൊന്നും ഫിഖ്ഹുമായി ബന്ധപ്പെട്ട വിഷയമല്ല, കർമ്മശാസ്ത്ര പണ്ഡിതന മഹാനായ അൽ ഇമാമുൽ ആദം അല്ലേ. പക്ഷെ മഹാൻ പറഞ്ഞു, എന്നാലും റസൂലുള്ളാഹി തങ്ങൾ ഇദാ ഫസഅഹു അംറുൻ ഹസബ ഇല സ്വലാഹ് അല്ലേ, ഇദാ ഹസബഹു അംറുൻ ഫസഅ ഇല സ്വലാഹ്. ഹബീബായ തങ്ങൾക്കൊരു പ്രയാസം വന്നാൽ നബി നിസ്കരിക്കാറ്. അന്നീ പോയിട്ട് 4 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്ന രാത്രി. 2ാമത്തെ റക്അത്തിൽ ഇവന് ഓർമ്മ വന്നു എന്നാ, അപ്പോഴും കൈയഴിച്ചു ഓടിയെന്നാ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇമാമിനോട് ചെന്ന് പറഞ്ഞു, സമാധാനം സന്തോഷം അങ്ങനെ ഉണ്ടാവില്ല, പറഞ്ഞ് നടന്നു. ഇമാം പറഞ്ഞു, എനിക്കറിയാമായിരുന്നടോ, ജന്മത്തിൽ തഹജ്ജുദ് നിസ്കരിക്കാത്ത നിന്നെ അതിൻ്റെ മധുരം അറിഞ്ഞാൽ നീ നിർത്തൂലാന്ന് ഇബ്ലീസിനറിയാം, അതുകൊണ്ട് അവൻ വന്ന് ഓർമ്മിപ്പിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. സുബ്ഹാനല്ലാഹ്. പറഞ്ഞ പോലെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആലിമും മിൻ ഉലമാഇ സ്വഹാബ, മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ സ്വഹാബിയും മഹാനായ റബീഅ് ഇബ്നു ഖുസൈം തങ്ങളെ പോലെയുള്ള പ്രഗൽഭരായ താബിഈങ്ങളുടെ ഉസ്താദുമായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, മാ ദുംത ഫീ സ്വലാത്തിൻ ഫഅൻത തഖറഉ ബാബൽ മലിക്. പ്രാർത്ഥനാ നിബദ്ധമായ മനസ്സുമായി നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് അല്ലാഹു അക്ബർ, തക്ബീറിന്റെ പ്രത്യേകത അല്ലാഹു അക്ബർ, നമ്മുടെ അല്ലാഹുവേ നീയാണ് വലിയവൻ, ബാക്കിയൊക്കെ ബാക്കിലാണ്. ഈ തട്ടാണ് നമ്മൾ അല്ലാഹു അക്ബർ. തട്ടണം എന്നല്ല പറയണത് കേട്ടോ, അതിൽ അങ്ങനെ ഒരു ആശയമുണ്ട് എന്ന് മഹാന്മാർ പറയും. അതിൻ്റെ ഒരു സിർ അതാണ്, അല്ലാഹു അക്ബർ, റബ്ബേ നീ വലുതാണ്, നീ അല്ലാത്തതൊക്കെ ചെറുതാണ്. അങ്ങനെ പിന്നെ നമ്മൾ നെഞ്ചിലേക്ക് ചേർത്ത് വെക്കുന്നത്. നമ്മളെങ്ങാനും അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പ്രാർത്ഥനയിൽ കയറുമ്പോൾ തഖറഉ ബാബൽ മലികി, രാജാവിന്റെ അള്ളാഹുവിന്റെ രാജാധികാരത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിന്റെ കൊട്ടാരവാതിലാണ് നമ്മൾ മുട്ടുന്നത്. വമൻ ഖറഅൽ ബാബ യുഫ്തഹു ലഹു, ആ വാതിൽ മുട്ടുന്നവർക്ക് തുറക്കപ്പെടും എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻ. രാജാവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ടോ? നമ്മുടെ വീട്ടിലാവട്ടെ, മസ്ജിദിലാവട്ടെ, എവിടെയാവട്ടെ. അതുകൊണ്ടാണ് അലക്സിസ് കാർലൽ എന്ന് പറയുന്ന ദ അൺനോൺ എന്ന പ്രശസ്തമായ പുസ്തകം എഴുതിയ ആളാണ്. അദ്ദേഹം പറഞ്ഞു, ഐ ഹാവൻറ്റ് സീൻ എനിത്തിങ് ഇൻ മെഡിസിൻ മോർ പവർഫുൾ ദാൻ പ്രയർ. അദ്ദേഹം ഒരു മുസ്ലിം ഒന്നുമല്ല, പക്ഷെ അദ്ദേഹം പറയാ, എത്രയോ രോഗികൾക്ക് മരുന്ന് കൊടുത്ത് ശിഫയാവാത്ത രോഗികൾ പ്രാർത്ഥന കൊണ്ട് ശിഫയായിട്ടുണ്ട്. അദ്ദേഹം പറയാ, പ്രാർത്ഥനയോളം പവർഫുൾ ആയ ഒരു മെഡിസിൻ ഞാൻ കണ്ടിട്ടില്ല എന്ന്. അലക്സിസ് കാർലൈൽ, അദ്ദേഹം മുസ്ലിം അല്ല, പക്ഷെ പ്രാർത്ഥനയ്ക്കൊരു കരുത്തുണ്ടെന്നാണ്. ശബ്ദം കൊണ്ട് ചികിത്സയുണ്ട്. ചെറിയൊരു ഭാഗം ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ഒരു പരിപാടിക്ക് സംസാരിച്ചിരുന്നു. ആൽഫ്രഡ് ടൊമാറ്റിസ് ആണത് കൊണ്ടുവന്നത്. ലോകത്താദ്യമായി സൗണ്ട് ഹീലിംഗ്, ശബ്ദം കൊണ്ട് ചികിത്സിക്കാൻ പറ്റും. ഏത് രോഗിക്കും ശരീരത്തിന് പ്രതിരോധം, ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെട്ടാൽ പ്രകൃതിദത്തമായ ശബ്ദം, നല്ല ശബ്ദം, അവര് ചിലപ്പം ചില മ്യൂസിക് കൊടുക്കും. നമ്മുടെ ഡോക്യുമെന്ററി പ്ലേ ചെയ്തു, ആ മ്യൂസിക്കും പാട്ടൊക്കെ മുട്ടൊക്കെ ഒന്ന് ഒഴിവാക്കണേ ഇൻഷാ അല്ലാഹ്. അത് ശരിയായിട്ടില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ റാഹത്താണ്, പക്ഷെ അതും കൂടെ അതിൻ്റെ ആളുകളൊന്ന് ശ്രദ്ധിക്കണം ഇൻഷാ അല്ലാഹ്. പ്രകൃതിദത്തമായ ശബ്ദം, അതായത് സസ്യലതാദികൾക്കിടയിലൂടെ കാറ്റിന്റെ ശബ്ദം, പക്ഷികളുടെ കളകൂജനം, അരുവികളുടെ മനോഹരമായ ശബ്ദം. അതൊക്കെ പറയണേ ഓണംപള്ളി ഉസ്താദിനെ വേണം അതിൻ്റെ ഒറിജിനൽ മലയാളം കിട്ടണമെങ്കിൽ. എനിക്ക് എന്താ പറയലെന്ന് അറിയില്ല. വളരെ മനോഹരമാണ്. എത്തി പറയാ എന്ന് തോന്നുന്നു. മലയാള ഭാഷയുടെ ഒരു ഭംഗി ഒന്ന് സമദാനി സാഹിബിൻ്റെയും ഓണംപള്ളി ഉസ്താദിൻ്റെയും ആ സംസാരം കേട്ടാൽ സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഈ സ്വന്തം ഭാഷയ്ക്ക് ഇത്ര മധുരമുണ്ടോ? അതും വേദ പറയുമ്പോഴും നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോഴും അല്ലേ, ഒരു കവിതാലാപനമൊന്നും അല്ലല്ലോ, പക്ഷെ വളരെ വടിവത്ത ഭാഷ. മാഷാ അല്ലാഹ്. സംസ്കൃതത്തിൽ PG എടുത്തൊരു മഹാനാണ് ഓണംപള്ളി ഫൈസി ഉസ്താദ് അവറുകൾ
അൽഹംദുലില്ലാ, അതൊക്കെ നമുക്കൊരു വലിയ തൗഫീഖാണ്. സമസ്തയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ട് സേവനം ചെയ്യാൻ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. വളരെ മനോഹരമായ പ്രകൃതിയിലെ ശബ്ദം, ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് ഒരു രോഗിയെ കേൾപ്പിച്ചാൽ ആ രോഗിക്ക് രോഗം ശിഫയാകുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ആലോചിക്കുക, ഇതൊക്കെ എന്ത് മണ്ടത്തരം പറയണം തോന്നിപ്പോകും. ഇത് ലോകത്ത് കാശ് കൊടുത്ത് ചെയ്യുന്ന ചികിത്സയാണ്. സൗണ്ട് ഹീലിംഗ് എന്നാ പറയാ. അൽ ഇലാജു ബിസ്സൗത്ത്, ശബ്ദം കൊണ്ടുള്ള ചികിത്സ. وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِلْمُؤْمِنِينَ وَلَا يَزِيدُ الظَّالِمِينَ إِلَّا خَسَارًا. ഡോക്ടർമാരോടൊക്കെ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനൊരു ചികിത്സ ചെയ്ത് നോക്കുകയാണ്, നിങ്ങൾ സമ്മതിക്കണം, കുഴപ്പമൊന്നുമില്ല എന്ന്. റൂമിൽ ദൈവത്തിൻ്റെ നാട്ടിലേക്ക് വന്നു. ഇപ്പം എന്താ കഥ എന്ന് എനിക്കറിയില്ല, കല്യാണം കഴിയാനിരിക്കുക അങ്ങനെ എന്തൊക്കെയോ വലിയൊരു വിഷമമുള്ളൊരു ചെറുപ്പക്കാരന് അല്ലാഹു യുനാനി കൊണ്ട് മാറിയെന്നവരും, അല്ലെങ്കിൽ വല്ല നാടൻ മരുന്ന് കൊണ്ട് മാറിയെന്നവരും, അല്ലെങ്കിൽ റുഖിയ കൊണ്ട് മാറിയെന്നവരും. ഖുർആൻ എന്തായാലും ചികിത്സിക്കണം, ബാക്കി ഡോക്ടറെ കണ്ടോളൂ, അതിന് കുഴപ്പമില്ല. തദാവോ യാ ഇബാദല്ലാഹ്, അള്ളാഹിന്റെ പടപ്പുകളെ, അള്ളാഹുവേ എനിക്ക് അനുഭവിക്കുന്ന പ്രയാസവും വേദനയും നിന്റെ പരിശുദ്ധമായ വേദനയുള്ള ഭാഗത്ത് കൈവച്ചിട്ട് അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയക് 7 പ്രാവശ്യം പറഞ്ഞാൽ അള്ളാഹു ശിഫ വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ രോഗിക്ക് അതുകൊണ്ട് ശിഫ കിട്ടും, ഉറപ്പാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഹാദാ മുജറബ്, സ്വഹാബികൾ പറയാൻ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞവരാണിത്. ഡോക്ടറെ കണ്ടോളൂ, എന്നൊന്നും കുഴപ്പമില്ല. പക്ഷെ പ്രാർത്ഥനയുടെ ഒരു മഹത്വം അവിടെ മറന്നു പോകല്ലേ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടട്ടെ. നമ്മുടെ ഒരു രോഗി തന്നെ ഓതലാണ് ഏറ്റവും നല്ലത്. അത് കഴിയില്ലെങ്കിൽ ഒരാൾ ഓതി കൊടുക്കുക, ഇല്ലേ ഒരു MP3 പ്ലേ ചെയ്യുക, റെക്കോർഡ് ചെയ്തത് കേട്ടോട്ടെ, എന്നാലും കുഴപ്പമില്ല. وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِلْمُؤْمِنِينَ وَلَا يَزِيدُ الظَّالِمِينَ إِلَّا خَسَارًا. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നിൽക്കുന്ന നൃത്തമാണത്. സൃഷ്ടാവായ അള്ളാഹുവിന്റെ മുമ്പിൽ അവൻ നൽകിയ അംഗവിക്ഷേപങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ വിനയാന്യുതനായ അള്ളാഹുവേ, ഞാൻ നിന്റെ മുമ്പിൽ അല്ലാഹു അക്ബർ, റബ്ബേ നീയല്ലാത്ത മറ്റെല്ലാം ചെറുതാണ്, നീ മാത്രം വലുതാണ്, ഏറ്റവും വലിയവനാണ്, അല്ലാഹു അക്ബർ. നിസ്കാരത്തിൽ മാത്രമാണ് അല്ലാഹു അക്ബർ എന്ന് പറയാം. അള്ളാഹുവിന്റെ പേരിൽ അക്ബർ ഇല്ല. അള്ളാഹുവിന്റെ പേര് കബീറാൻ, കാരണം ബാക്കിയൊക്കെ ചെറുതാണ്, അള്ളാഹുവാണ് വലുത്. ഏറ്റവും വലുതെന്ന് പറയുന്നത് അള്ളാഹുവേ. ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ, ജോലികൾ ചെയ്തു തീർക്കാനുള്ള ആളുകളാണ് നമ്മളൊക്കെ. പക്ഷേ ആ ജോലികളെക്കാളൊക്കെ വലുത് അള്ളാഹുവേ നിന്റെ വിഷയമാണ്. അതാണ് നമ്മൾ അക്ബർ എന്ന പ്രയോഗം. അത് കമ്പാരിറ്റീവ് സൂപ്പർലറ്റീവ് പ്രയോഗമല്ലേ, അഫ്ളലു തഫ്ളീൽ എന്നല്ലേ പറയാ. അല്ലാഹു അക്ബർ, റബ്ബേ നിന്റെ വിഷയം ഏറ്റവും വലുതാണ്. നമുക്ക് അങ്ങനെ തോന്നാറുണ്ടോ? നമുക്ക് അങ്ങനെ തോന്നാറുണ്ടോ അള്ളാഹിന്റെ വിഷയം ഏറ്റവും വലുതാണെന്ന്? മഹാനായ നൂറുദ്ദീൻ മഹ്മൂദ് സങ്കി റഹ്മത്തുള്ളാഹി അലൈഹി ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനത്തിന് വേണ്ടി പടപൊരുതുമ്പോ മഹാനായ നൂറുദ്ദീൻ മഹ്മൂദ് സങ്കിക്ക് അത് സാധ്യമാകാതെ ആ മഹാനുഭാവൻ ഏൽപ്പിച്ച ആ ഉത്തരവാദിത്വം തുർക്കിക്കാരനായിരുന്ന മഹാനായ അലബ് അർസലാൻ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ആ ദൗത്യമേറ്റെടുത്ത് 12,000 സൈന്യവുമായി 3.5 ലക്ഷം വരുന്ന സൈന്യത്തോട് അദ്ദേഹം അർമീനിയയുടെ ഭാഗത്ത് പടപൊരുതുമ്പോ മഹാനായ ആ പണ്ഡിതനോട്, ആ മഹാനായ നേതാവിനോട്, അലബ് അർസലാൻ തങ്ങളോട്, തുർക്കി നാമമാണത്, ധൈര്യമുള്ളവൻ, ധീരൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം, അർസലാൻ. മഹാനായ അലബ് അർസലാൻ തങ്ങളോട് അന്നത്തെ പ്രഗത്ഭനായ ആലിം ഒരു വാക്ക് പറഞ്ഞു, അലബ് അർസലാൻ, നിങ്ങൾ പിന്മാറുകയാണോ? നിങ്ങൾ പിന്മാറിയാൽ നിങ്ങൾക്ക് മരണം വരില്ലെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ യുദ്ധം ചെയ്താൽ മരിച്ചു പോകുമെന്ന് പേടിച്ചോടുകയാണോ? ഇവിടുന്ന് നിങ്ങൾ പിന്തിരിഞ്ഞോടിയാൽ നിങ്ങൾക്ക് മരണം വരില്ലയോ? നിങ്ങൾക്ക് ഈ ലോകത്തിന്റെ നിന്ദതയും പരലോകത്തെ നരകവുമാണോ വേണ്ടത്? ചില ആളുകളൊക്കെ പറഞ്ഞു അദ്ദേഹത്തോട്, നമ്മൾ എങ്ങനെ പിടിച്ചു നിൽക്കും? 3.5 ലക്ഷം വരുന്ന അർമാനൂസ് എന്ന് പറയുന്ന റോമൻ രാജാവിനോടുള്ള യുദ്ധമാണത്. ചിലർക്ക് പറഞ്ഞു, വെറുതെ അല്ലേ, എന്തിനീ 12,000 കൊണ്ടുപോയി കുരുതി കൊടുക്കണം, നമുക്ക് പിന്തിരിയാം. ആലിം ചോദിച്ച ചോദ്യമാണ്. അലബ് അർസലാനെ, നിങ്ങൾക്ക് അള്ളാഹു നിശ്ചയിച്ച സമയമെത്താതെ മരണം വരുമെന്ന് തോന്നുന്നുണ്ടോ? ബഗ്ദാദ്, ഡമസ്കസ്, മദീന, കൈറോ, കോൺസ്റ്റാന്റിനോപ്പിൾ, ഈ പ്രമുഖമായ ഇസ്ലാമിന്റെ 5 നഗരങ്ങളിൽ സൈന്യം വിന്യസിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക സംസ്കാരത്തെയും ഇസ്ലാമിന്റെ അടയാളങ്ങളും ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടി റോമൻ സീസർ അർമാനൂസ് ചെയ്ത
ഹിജ്റയുടെ 4-ാം നൂറ്റാണ്ടിൽ നടന്ന ഏറ്റവും ഭീകരമായ ഒരു യുദ്ധത്തിന്റെ അവസ്ഥയാണിത്. മഹാനായ അലബർസലാൻ തങ്ങളോട് ഉപദേശം, അലബർസലാനെ നിങ്ങൾ യുദ്ധം ആരംഭിക്കുന്നത് വെള്ളിയാഴ്ച വരെ കാത്തിരിക്കണം. മിമ്പറിൽ ഖതീബുമാർ കയറുകയും അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ അല്ലാഹുമ്മ അഇസ്സ ജുൻദക വകലിമതക ഇലാ യൗമിദ്ദീൻ, അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ നിന്റെ ദീനിനെ തുടച്ചു നീക്കാൻ വരുന്നവരോട് പ്രതിരോധിക്കാൻ പോകുന്ന ഈ സമുദായത്തിന്റെ പ്രതിനിധികളെ നീ സഹായിക്കണേ റബ്ബേ എന്ന് ഖുതുബയിൽ ഇമാമുമാർ പ്രാർത്ഥന നടത്താനുള്ള ഏകദേശ സമയം കണ്ടാൽ നിങ്ങൾ യുദ്ധം ആരംഭിച്ചോളൂ. ജുമുഅന്റെ ഖുതുബ ഫലസ്തീനിലും ഷാമിലും ഇറാഖിലും ഡമസ്കസിലും മദീനയിലും ജസീറത്തുൽ അറബിലും ജുമുഅ നടക്കുന്ന സമയത്താണ് അർമീനിയയിൽ വെച്ച് ഏറ്റവും വലിയൊരു യുദ്ധം നടന്നത്. 12,000 യോദ്ധാക്കളുമായി 3.5 ലക്ഷം വരുന്ന ആളുകളോട്. ആ യുദ്ധം വിജയിച്ചിട്ട് അർമാനൂസ് എന്ന് പറയുന്ന ആ യുദ്ധത്തിന്റെ രാജാവിനെ കൊണ്ടുവന്ന് ബന്ദിയാക്കി കൊണ്ടുവന്നപ്പോ അർമാനൂസ് ചോദിച്ചു, അല്ല അലബർസലാൻ, നിങ്ങളുടെ സൈന്യം എവിടെ പോയി? ഇത്രയെന്നുള്ളൂ സൈന്യം എന്ന് പറഞ്ഞു. ഇവരല്ലല്ലോ എന്നെ പിടിച്ചുകൊണ്ടുവന്നത്, ഇത്രയെന്നുള്ളൂ ഞങ്ങളുടെ സൈന്യം. മുസ്ലിം ക്യാമ്പിലേക്ക് വന്നപ്പോ 12,000 3.5 ലക്ഷത്തെ നയിച്ച ആളാണ് അർമാനൂസ് എന്ന് പറയുന്ന സീസറായ റോമൻ ഭരണാധികാരി. അലബർസലാൻ തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇത്രയേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു, അല്ല ലഖദ് റഅയ്തു ജിബാല അർമീനിയ സാലത് ബിൽ ജുയൂഷിൽ ബീദ്, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് അർമീനിയയുടെ മലമടക്കുകളിൽ നിന്ന് വെളുത്ത വസ്ത്രം ധരിച്ച കോടിക്കണക്കിന് ആളുകൾ ആ മലയിൽ നിന്ന് ഇറങ്ങി വന്ന് അവരാണ് എന്നെ പിടിച്ചു കൊണ്ടുപോയത്. അവരെ ഞാൻ ഇവിടെ കാണുന്നില്ലല്ലോ. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, നബിയെ, അള്ളാഹുവിന്റെ സൈന്യത്തിന് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ എവിടെന്നാണ് ഈ വിജയമുണ്ടായത്. നമ്മൾ വിചാരിക്കും ന്യൂനപക്ഷങ്ങൾക്ക് വിജയം വേണം, ഇവിടുത്തെ ഭൂരിപക്ഷത്തിന് വിജയം വേണം, എല്ലാവർക്കും സമാധാനം വേണം. ആ സമാധാനത്തിന് നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കാനിരിക്കുന്നു. സാധ്യമായ എല്ലാ പരിശ്രമവും ചെയ്ത് വോട്ടവകാശത്തിലൂടെ ഈ രാജ്യത്തിന്റെ അധികാരം മതേതരത്വ ജനാധിപത്യ സംവിധാനങ്ങളിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഒരു പാർട്ടിയുടെ കൈകളിൽ വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും അല്ലാഹുമ്മ റബ്ബൽ മുസ്തദഅഫീൻ അല്ലാഹുമ്മ യാ മൻ യുജീബുൽ മുൾതറ ഇദാ ദആ, കാരുണ്യവാനെ നീ ഞങ്ങൾക്ക് തുണയേകണമെന്ന് നമ്മുടെ ഉമ്മമാരുടെ മുസല്ലകളിൽ നിന്ന്, നമ്മുടെ പള്ളി മെഹ്റാബുകളിൽ നിന്ന്, നമ്മുടെ ഇമാമുമാർ ഖതീബുമാർ നമ്മുടെ മിമ്പറുകളിൽ നിന്ന് ഈ ഉമ്മത്തിന് വേണ്ടി, ലോക മനുഷ്യരുടെ സമാധാനത്തിന് വേണ്ടി ദുആ ചെയ്യാതെ പോയാൽ ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും ഫഖദ് കദ്ദബ്തും ഫസൗഫ യകൂനു ലിസാമാ, നിങ്ങൾ പ്രാർത്ഥിക്കില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ ലവലേശം വകവെക്കുമായിരുന്നില്ല എന്ന് അല്ലാഹു ഹബീബിനോടാണ് പറയുന്നത്, പരിശുദ്ധ റസൂലിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.